എല്ലാവർക്കും സുഗമോദേവി ലേറ്റസ്റ്റ് പ്രൊമോ വിശേഷങ്ങളിലേക്ക് സ്വാഗതം. അപ്പോൾ കഴിഞ്ഞൊരു പ്രൊമോയിൽ കണ്ടു കാണും നമ്മുടെ പ്രഭാവതിയിൽ ഉണ്ടായ ഒരു മാറ്റം. പക്ഷെ ഇന്നത്തെ ഒരു പ്രൊമോ അതിനെല്ലാം എന്താ പറയുക, അത് വെറുതെ ആയിരുന്നോ, അത് വെറും അഭിനയമായിരുന്നോ എന്ന് തോന്നിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു ദേവിയോടുള്ള ഒരു സമീപനം തന്നെയായിട്ട് ഇന്നത്തെ ഒരു പ്രൊമോയിൽ കാണുവാൻ സാധിക്കുന്നത് നമ്മുടെ പ്രഭാവതിയുടെ. അപ്പൊ പ്രഭാവതിയുടെ ഒരു ചോദ്യങ്ങളെല്ലാം കേട്ട് നമ്മുടെ സിദ്ധാർത്ഥനെല്ലാം ഞെട്ടി നിൽക്കുന്നുണ്ട്. പക്ഷേ അവിടെ ഒരു വലിയ ട്വിസ്റ്റ് ഒളിഞ്ഞു കിടപ്പുണ്ട് പ്രേക്ഷകരെ. വേറൊന്നുമല്ല, പ്രഭാവതി നമ്മുടെ എന്താ പറയുക ദേവി എല്ലാവർക്കും ഇങ്ങനെ ഭക്ഷണമൊക്കെ വിളമ്പുന്ന സമയത്ത് നമ്മുടെ സിദ്ധാർത്ഥൻ പറയുന്നുണ്ടോ ചന്ദ്രത്തെ പ്രശ്നങ്ങളൊക്കെ ഇപ്പൊ കലങ്ങി തെളിഞ്ഞു, ഇപ്പോഴാണ് ഇവിടെ ഒരു സമാധാനമായത് എന്നൊക്കെ പറഞ്ഞു. എല്ലാവരും ഭയങ്കര ഹാപ്പി മൂഡിലാട്ടോ. അപ്പൊ നമ്മുടെ ദേവി എല്ലാവർക്കും വിളമ്പി കൊടുക്കുക. അപ്പൊ നമ്മുടെ പ്രഭാവതി ചോദിക്കുന്നുണ്ട്, നീ എന്തിനാ ഇതൊക്കെ ചെയ്യുന്നേ എന്ന് ചോദിക്കുന്നു. അപ്പൊ ദേവി ആകെ ഞെട്ടി നിൽക്കുക. സിദ്ധാർത്ഥനും നന്ദനും അമ്മ പിന്നെയും പഴയ അമ്മയായോ എന്നുള്ള രീതിയിൽ നമ്മുടെ നന്ദനും സിദ്ധാർത്ഥനൊക്കെ എല്ലാവരും നോക്കുക കേട്ടോ. പക്ഷെ പ്രഭാവതി ഉദ്ദേശിച്ചത് ഇപ്പൊ നമ്മുടെ ദേവി അവിടുത്തെ മരുമകളാണല്ലോ, അപ്പൊ അവൾക്കും ഒരുമിച്ച് അവിടെ ഇരുന്ന് ഭക്ഷണം കഴിക്കാം എന്നായിരിക്കും കേട്ടോ. എനിക്കറിയില്ല, പ്രമോൽ അങ്ങനെ പറയുന്നുണ്ട്. എന്തായാലും പ്രഭാവതിയുടെ ഒരു മാറ്റം അനുസരിച്ച് അങ്ങനെ വരാനാണ് സാധ്യത. പിന്നീട് നമ്മുടെ ദേവി ആന്റി എന്ന് വിളിക്കുമ്പോൾ നമ്മുടെ പ്രഭാവതി പറയുന്നുണ്ട്, ആന്റിയോ, ഞാൻ നിന്റെ ആന്റി ആണോ എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട്. അപ്പൊ എന്തായാലും അവിടെ എന്തിരുത്തി അമ്മ എന്ന് വിളിപ്പിക്കാനായിരിക്കും നമ്മുടെ പ്രഭാവതിയുടെ ശ്രമം അല്ലെ. അങ്ങനെയൊക്കെ ആണെങ്കിൽ എന്തൊരു രസമായിരിക്കുമല്ലോ. അപ്പോഴായിരിക്കും നമ്മുടെ സുഗമോദേവി ആ ഒരു ടൈറ്റിലായിട്ട് മാച്ച് ആവുന്നത് നമ്മുടെ പരമ്പര അല്ലെ. അപ്പുറത്താണെങ്കിൽ നമ്മുടെ ഈ വിധി വന്നതിന് മുമ്പ് നമ്മുടെ ചന്ദ്രോത്ത് വീട് എങ്ങനെയായിരുന്നു, അവർ അശാന്തി നിറഞ്ഞൊരു അന്തരീക്ഷമായിരുന്നല്ലോ. അതേപോലെ ആയിട്ട് നമ്മുടെ ബലരാമന്റെ വീട്, ബലരാമൻ ആകപ്പാടെ കലിതുള്ളി നൽകുന്നു. നമ്മുടെ പ്രകാശനെ ജയിലിൽ വെച്ച് തന്നെ ഇല്ലാതാക്കാൻ ഇങ്ങനെ ആ ഗൂഢ പദ്ധതികളൊക്കെ തയ്യാറാക്കുന്നു. അങ്ങനെ ആ ഒരു ഭ്രാന്തി പിടിച്ച അവസ്ഥയിലാണ് നമ്മുടെ ബലരാമൻ. അപ്പൊ ഈ ഒരു കാര്യങ്ങളൊക്കെ നമ്മുടെ ഭാർഗവിയും പ്രെഡിക്റ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. ബലരാമന്റെ ഇനി സമാധാനം കിടുന്ന ദിവസങ്ങളായിരിക്കും നമ്മുടെ ഭാർഗവി അപ്പുറത്തിരുന്ന് പറയുന്നുണ്ട്. അപ്പൊ എന്തായാലും മൊത്തത്തിൽ കലങ്ങി തെളിഞ്ഞ മട്ടാണ്. ഇനി നമ്മുടെ ബലരാമൻ നമ്മുടെ പ്രകാശനെ ഒന്ന് ഇല്ലാതാക്കിയാലും മൊത്തത്തിൽ കലങ്ങി തെളിഞ്ഞു എന്ന് വെച്ചാൽ അത്രയ്ക്കും ക്രൂരതയാണല്ലോ നമ്മുടെ പ്രകാശ് നമ്മുടെ ബലരാമന്റെ കുടുംബത്തോട് ചെയ്തു കൂട്ടിയതൊക്കെ. അപ്പൊ എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണാം. അപ്പൊ ഇതുപോലെ പ്രൊമോ റിവ്യൂസിനും എപ്പിസോഡ് റിവ്യൂസിനും ഒക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോ വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ.